عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين إلى الله أما بعد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കളും ഉലമാക്കളും സഹോദരന്മാരെ, കൂട്ടുകാരെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്ദർഭം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഖൈറു ബിലാദിൽ അർളി മസാജിദുഹാ വശർറു ബിലാദിൽ അർളി അസ്വാഖുഹാ. ഭൂമിയിലെ ഏറ്റവും പുണ്യമുള്ള പ്രദേശം ആ ഭൂമിയിലെ പള്ളിയായ പ്രദേശമാണ്. ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട, അല്ലാഹുവിന് ഇഷ്ടം കുറഞ്ഞ പ്രദേശം അങ്ങാടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാധിക്കുന്നത്ര നമ്മുടെ സമയങ്ങൾ നമ്മുടെ പള്ളിയിൽ ചെലവഴിക്കുകയും പള്ളിയിലേക്ക് നേരത്തെ വന്ന് വളരെ വൈകി പോവുകയും ചെയ്യണം. സാധിക്കുന്ന അത്രയും അങ്ങാടിയിലേക്ക് വളരെ വൈകി പോവുകയും നേരത്തെ തിരിച്ചു വരികയും ചെയ്യണമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുഴുവൻ ഉമ്മത്തിന്റെ നേതാവായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ കയറിയപ്പോ പള്ളിയുടെ ചുമരിൽ ആരോ കാർക്കിച്ച് തുപ്പിയത് കാണാനിടയായി. തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ ഇങ്ങനൊക്കെ വൃത്തികേടാക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് വെയിൽ കൊണ്ട് ഉണങ്ങിയ ആ കഫം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈ കൊണ്ട് ചിരണ്ടി കളഞ്ഞു. അത് നമുക്കൊരു പാഠമാണ്. നമ്മൾ ഈ പള്ളിയിലും മറ്റുള്ള ഏത് പള്ളിയിൽ കയറിയാലും ആ പള്ളിയുടെ ക്ലീനിങ്ങിനും മറ്റുമായി എത്ര ഖാദിമികളുണ്ടെങ്കിലും ശമ്പളം പറ്റുന്ന ആളുകളുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽപ്പെട്ട കണ്ണിൽപ്പെട്ട കരടുകളും കുറുമ്പുകളും അവിടുത്തെ പ്രാണികളെയും അവിടുത്തെ അഴുക്കുകളും നമ്മൾ സാധിക്കുന്നത്ര അല്ലാഹുവിന്റെ മസ്ജിദ് ഉദ്ദേശിച്ച് ഭംഗിയാക്കണം, വൃത്തിയാക്കണം. ആരാണോ ആദ്യമായിട്ട് കാണുന്നത് അവരെ കടമയാണ്. അങ്ങനെ എപ്പോഴും എന്നാലും ഈ പള്ളി നാം ഇന്ന് കണ്ട പോലെയുള്ള ഭംഗിയിലും അതുപോലെ ശുദ്ധിയിലും ആകണം എപ്പോഴും കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ പള്ളിയെ ആരാധിക്കുവാനും പരിപാലിക്കുവാനും അത് മുഖേന ആഖിറത്തിൽ രക്ഷപ്പെടാനും നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഭൂമി ഇവിടെ സംഘടിപ്പിച്ച ഈ കമനീയമായ രൂപത്തിൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായിച്ച ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. ഈ പള്ളി നമുക്ക് സംഭാവന തന്ന അറബി സഹോദരനുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രതിഫലം നൽകി എല്ലാവരെയും നാളെ ആഖിറത്തിൽ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവരുടെ സാദരം ക്ഷണിക്കുന്നു. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين കാരണവന്മാരെ, സദസ്സിലും വേദിയിലുമുള്ള എല്ലാ മഹൽ വ്യക്തിത്വങ്ങളെ, വലിയ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ പ്രദേശത്തുകാരുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന ഒരു പള്ളി അതിനിവിടെ സാക്ഷാത്കാരമായി. അനുഭവത്താലയുടെ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. അത്രയും ഉന്നതമായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അഹബ്ബായ മറ്റൊരു സ്ഥലമില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആ പള്ളിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പള്ളിയുടെ നിർമ്മാണത്തിൽ നാം എത്രമാത്രം സഹകരണവും സഹായവും നാം ചെയ്തിട്ടുണ്ടോ അതേപോലെ അതിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിൽ അതിനുവേണ്ട കർമ്മങ്ങളും ചെയ്യുന്നതിനും എല്ലാവരുടെയും സാന്നിധ്യം എപ്പോഴും ആവശ്യമാണ് എന്നതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറാത്തുകളും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനങ്ങൾ, മസ്ജിദുകൾ, അല്ലാഹുവിൻ്റെ ഭവനങ്ങൾ എന്നാണ് നാം ഏവരും പറയുക. അല്ലാഹുവിൻ്റെ ഭവനങ്ങൾ പരിപാലിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും അത് ശുദ്ധിയാക്കേണ്ടതും പരിശുദ്ധമാക്കേണ്ടതുമെല്ലാം നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കി ഓരോ സന്ദർഭത്തിലും അതിൽ നല്ല ശ്രദ്ധ
എല്ലാവരും വെച്ച് പുലർത്തണമെന്ന് അറിയിക്കുകയാണ്. ഒരു മുഅ്മിൻ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അത് വെള്ളത്തിലുള്ള മത്സ്യത്തെ പോലെയാണ് എന്നാണ്. വെള്ളത്തിലുള്ള മത്സ്യം ആ പള്ളിയിൽ നിന്ന്, ആ വെള്ളത്തിൽ നിന്ന് പുറത്തു ചാടാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല, അതിൻ്റെ ജീവൻ നഷ്ടമായി മാറും. അതേപോലെയാണ് ഒരു പള്ളിയിലേക്ക് ഒരു മുഅ്മിൻ കയറിയാലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതേ സമയത്ത് പള്ളിയിൽ കയറിയ മുനാഫിഖിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ പോലെ എന്നാണ്. കൂട്ടിലടക്കപ്പെട്ട പക്ഷി എപ്പോഴും കൂട് തുറന്നാൽ അതിൽ നിന്ന് ഉടനെ തന്നെ പുറത്ത് കടന്ന് ഈ വിശാലമായ ദുനിയാവിലേക്ക് പാറിക്കിടക്കാനും അത് ആഗ്രഹിക്കുക. അതേപോലെയാണ് ഒരു മുനാഫിഖിന്റെ ലക്ഷണം. പള്ളിയിലേക്ക് കടന്നാൽ പെട്ടെന്ന് പള്ളിയിൽ തിരിച്ചു പോകണമെന്ന അത്യാഗ്രഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നാം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം മുഅ്മിനിന്റെ വിശേഷണം സിദ്ധിച്ചവരാവണം. ആ വിശേഷണത്തോടുകൂടെ പള്ളിയിൽ കഴിയുകയും ഇഅ്തികാഫിരിക്കുകയും അതേപോലെ പരമാവധി പള്ളിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഖൈറാത്തുകളും സമ്പാദിക്കാനും നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇതിന് ശ്രമിച്ച എല്ലാവർക്കും അല്ലാഹു ഷാഹുൽ ഹമീദ് ഹാജി അവരുടെ